എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എവിടെ വന്നതെന്നറിയോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എവിടെയാ വന്നിരിക്കുന്നതെന്ന്. ഞാനിന്ന് വന്നിരിക്കുന്നത് പത്മനാഭ സ്വാമി ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഞാനിന്ന് ആലോചിച്ച് തിരുവനന്തപുരം ഒന്ന് കറങ്ങി കാണാമെന്ന് വെച്ചു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരത്തിന്റെ ജസ്റ്റ് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മുന്നോട്ട് നടക്കാം. അപ്പൊ ഞാൻ എന്തായാലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്റെ ഫ്ലോയിന്റെ എൻട്രി ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ചാനലിന്റെ വരുന്നത് ഹെവൻ ഓഫ് കൂട്ടുകാരിലേക്ക് എവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ചാനലിലേക്ക് പോകും. എന്ന് പറയുന്ന ഒരു കുളത്തിന്റെ ഫ്രണ്ട് വരും. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള പത്മകുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇന്നും എന്റെ കൂടെ അച്ഛനുണ്ട്. ഉണ്ടോ? നമ്മൾ എന്തായാലും പത്മനാഭ കുളത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ ഈ നിൽക്കുന്നത്. ഉണ്ടോ? ഇതാണ് കുളം. എന്ത് മനോഹരമായിട്ടുള്ള കുളമാണ്. നോക്കിയേ, അവിടെ നമ്മുടെ ടെമ്പിളിന്റെ കോവില്, അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം എത്ര മനോഹരമായിട്ട്. ഇവിടെ എല്ലാം കടകളെല്ലാം ഉണ്ട്. നോക്കിയേ, കണ്ടോ? ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വരുമ്പോഴത്തേക്ക് ഇന്ന് ഏകാദശി കൂടി ആയതുകൊണ്ട് ഏറ്റവും ഫ്രണ്ട് നമുക്ക് കാഴ്ച മറ്റേ കിഴക്കേക്കോട്ടയുടെ ഫ്രണ്ട് എൻട്രൻസ് ചെയ്യുന്ന ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. ഇവിടെ എല്ലാം നല്ല കാഴ്ചകളാണ്. ഇത്രയും ഭാഗത്ത് നിന്നാണ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കണ്ടത്. ഇവിടെ നിന്നാണ് നമ്മുടെ വ്ലോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയെല്ലാം പോകുമെന്ന് ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. എന്തായാലും ഞാൻ കുതിരമാളികളിലോട്ട്, ഇവിടെ നിന്ന് കുതിരമാളി എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട്. അപ്പൊ എന്തായാലും ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ ഞാൻ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരുമ്പോഴെല്ലാം ക്ഷേത്രത്തിന്റെ കണ്ടോ, ഈ എൻട്രൻസിലെല്ലാം ഇങ്ങനെ കയറി കയറി വരുന്ന ഒരു നല്ല മനോഹരമായിട്ടൊരു ദൃശ്യങ്ങളായി കാണുന്നു. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ ക്ഷേത്രത്തിന്റെ ഗോപുരമുണ്ട്. ഈ ഗോപുരവും അതുപോലെ തന്നെ ഇവിടെ ഒരു പത്മനാഭസ്വാമിയുടെ ടെമ്പിൾ ട്രസ്റ്റിന്റെ ഇതുകൊണ്ട് കണ്ടോ, വൈകുണ്ഠ മണ്ഡപം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ വീഡിയോ ക്യാമറ മറ്റേ ക്യാമറ എടുക്കാം, പക്ഷെ മൊബൈലിൽ എടുക്കാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. എന്തായാലും ഞാൻ ചോദിച്ചു കുതിരമാളിയിലോട്ട് പോകുന്ന എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലെഫ്റ്റിലോട്ട് തിരിയാൻ പറഞ്ഞു. ടെമ്പിളിൽ നേരെ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിയാൻ പറഞ്ഞു. എന്തായാലും ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു സുവിനർ ഷോപ്പുകളൊക്കെ ഉണ്ട്. കണ്ടോ, സുവിനർ ഷോപ്പുകളും ആളുകളും എല്ലാം ഇരിപ്പുണ്ട്. അതിൽ ഞാൻ പെയ്യാൻ കൂടെ നടന്നില്ല. എന്തായാലും ഞാൻ ടെമ്പിളിലോട്ട് കയറുന്നില്ല. ഇന്ന് ടെമ്പിൾ കയറിയിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല, കാരണം കുറച്ച് ടൈം ഉണ്ടല്ലോ കയറാൻ. എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും കണ്ടോ, ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് വേണം നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിയട്ടെ. ആണോ മാളിയും പാലസ് മ്യൂസിയം ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. എന്തായാലും ഞാൻ കുതിരമാളിയിലോട്ട് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് എത്ര ടിക്കറ്റ് വരുന്ന 200 രൂപ. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ്. അപ്പോൾ എന്തായാലും രണ്ടുപേരുണ്ട്, ഞാനും ഉണ്ട് അച്ഛനുണ്ട്. അതുകൊണ്ട് 200 രൂപ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് നടന്ന് കുതിരമാളിയിലോട്ട് കയറിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് കുതിരമാളി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചു. എന്തായാലും ഇതാണ് കുതിരമാളിയിലോട്ട് പോകുന്ന വഴി. കണ്ടോ, വെൽക്കം ടു പുത്തൻമാളിയ പാലസ്, കുതിരമാളിയ ചിത്രാലയം എന്ന് പറയും. ഇതാണ് എൻ്റെ എൻട്രൻസ് വഴി നടന്നു പോകുന്നത്. അതിൽ നമുക്ക് നടന്നങ്ങോട്ട് പോവാം. കണ്ടോ, ചിത്രാലയം മ്യൂസിയം എന്ന് പറയും. ഇവിടെയാണത്. കണ്ടു, ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കുന്നുണ്ടോ, ഫ്രണ്ട് കണ്ടോ. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കുതിരമാളിക അഥവാ പുത്തൻമാളിക എന്ന് പറയും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ കൊട്ടാരത്തിന്റെ തെക്കേ ചുമരിനെ താങ്ങി നിർത്തുന്ന മേൽക്കുരയിൽ കൊത്തുപണികളുള്ള 122 മരക്കുതിരകളുണ്ട്. ഈ കൊത്തുപണികളാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളി എന്ന പേര് നൽകിയ ചരിത്രം നമ്മൾ പറയുന്നു. 18ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് ഈ കൊട്ടാരം പണിതതെന്ന് പറയുന്നു. 1840കളിൽ ആയിരുന്നു ഇതിന്റെ നിർമ്മാണം. കേരളീയ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഈ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 5000-ഓളം വിശ്വകർമാക്കൾ 4 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തേക്ക്, ഈട്ടി, അതുപോലെ തന്നെ ചന്ദനം, മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഈ കൊട്ടാരം പണിതതെന്നാണ് പറയുന്നത്. പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് കൊട്ടാരത്തിന്റെ 80 മുറികളുണ്ട്. അതിൽ 20 മുറികൾ മാത്രമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും കൊട്ടാരത്തിന്റെ തറ, മുട്ട, വെള്ള, അങ്ങനെ ഒരു കരി, ചുണ്ണാമ്പ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ ചൂടുള്ള കാലാവസ്ഥയും തറയ്ക്ക് നല്ല തണുപ്പാണെന്നാണ് അനുഭവപ്പെടുന്നതാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ സംഗീതവും കലയും അതുപോലെ തന്നെ കലകളെയും സംഗീതത്തെയും പ്രോത്സാഹിപ്പിച്ച സാധീരനാൾ എന്ത് ചെയ്തു? സാധീരനാളിന്റെ ആത്മാവ് ഈ കൊട്ടാരത്തിൽ കുടിയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പത്മനാഭസ്വാമിയെ ക്ഷേത്രം കാണുന്ന തരത്തിലുള്ള ഒരു മുറിയിൽ ഇരുന്നാണ് അദ്ദേഹം പല സംഗീത കൃതികൾ രചിച്ചതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ സാധീരനാളിന്റെ മരണശേഷം 1 നൂറ്റാണ്ടിലധികം കാലം എന്ന് വെച്ചാൽ ഈ കൊട്ടാരം അടഞ്ഞെടുത്തു. പിന്നീട് ഈ ഭാഗം മ്യൂസിയമാക്കി മാറ്റുകയും അത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അതുപോലെ തന്നെ പുരാതന വസ്തുക്കൾ, ആഭരണങ്ങൾ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, ശില്പങ്ങൾ, വാദ്യോപകരണങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. 24 ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച സിംഹാസനം, ബെൽജിയൻ കണ്ണാടികൾ തുടങ്ങിയ ഇവിടുത്തെ പ്രധാന
ആകർഷണങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും ജനുവരിയിൽ കുതിര മാളികയിൽ നവരാത്രി മണ്ഡപത്തിൽ എന്താണ് സാധി സംഗീതോത്സവം നടത്താറുണ്ട്. കർണാടക സംഗീതത്തിന്റെയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും അതുപോലെ തന്നെ പ്രമുഖരായ കലാകാരന്മാർ ഇവിടെ വന്നിട്ട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇത് ഈ കൊട്ടാരത്തിന്റെ സാംസ്കാരിക അതുപോലെ തന്നെ പ്രാധാന്യം വിളിച്ചു തോന്നും. അതുപോലെ തന്നെ ചുരുക്കത്തിൽ കുതിരമാളിക എന്നതൊരു കൊട്ടാരം മാത്രമല്ല, സാധി തിരുനാളിന്റെ കലാ സൗന്ദര്യത്തെയും കേരളീയ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തെയും അതുപോലെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ പറയുന്ന കുതിരമാളിക എന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയുമാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് എൻട്രൻസ് കയറാം. എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ടിലോട്ട് കയറാൻ പോകും. കുതിരമാളിക ഇതുണ്ടോ, ഇതാണ് കുതിരമാളിക. ഇതിന്റെ എൻട്രൻസ് കൂടെ കയറി ഞാൻ ഇതെല്ലാം അങ്ങോട്ട് കയറി നടക്കാൻ പോകും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ പുത്തൻ മാളിക എന്ന് പറഞ്ഞിട്ട് പാലസ് മ്യൂസിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ട്യൂസ്ഡേ ടു സൺഡേ കണ്ടോ, 9 മണിക്ക് തുടങ്ങും. എന്തായാലും ഞാൻ ഫ്രണ്ടിലോട്ട് കയറി നടക്കും. പാദരക്ഷകളുടെ സ്റ്റാൻഡ് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പാദരക്ഷ സൂക്ഷിച്ചു. എനിക്ക് എന്തായാലും ഫ്രണ്ടിൽ വന്നിട്ട് എടുക്കാൻ പറ്റിയില്ല ഇവിടെ അതിൻ്റെ അകത്ത്. കാരണം ഇവിടുത്തെ എൻട്രി ഫീസ് തന്നെ ഇച്ചിരി കൂടുതലാണ്. വേറൊന്നുമല്ല, ഫസ്റ്റ് ഒരാൾക്ക് 100 രൂപ, അങ്ങനെ 200 രൂപ. പിന്നെ നമുക്ക് അകത്ത് കയറണമെങ്കിൽ സ്പെഷ്യലായിട്ട് എടുക്കണമെങ്കിൽ 500 രൂപ. പിന്നെ ഇതിന്റെ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ 50 രൂപ. അപ്പൊ ഞാൻ ആലോചിച്ച് 500 രൂപ എടുത്ത് ഇവിടെ എടുക്കാൻ പറ്റിയ വലിയൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മുടെ മറ്റേ പത്മനാഭപുരം പാലസാണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാം. ഇവിടെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് കുറെ ഇതിനേക്കാളും കൃഷ്ണപുരം പാലസിലൊക്കെ ചെന്നപ്പോഴത്തേക്കും ഇതിനേക്കാളും കൂടുതൽ 200 രൂപയ്ക്കല്ലേ 200 രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും. 200 രൂപ പിന്നെ 30 രൂപ മൊബൈൽ കൊണ്ട് എടുത്തിട്ട് 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന്റെ അകത്ത് കയറി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഇവര് ടിക്കറ്റിന് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ വന്ന് എടുക്കാം, അല്ല എടുക്കാൻ പറ്റും. എന്റെ ഫ്രണ്ടിലൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത്രേ പറ്റത്തുള്ളൂ, എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഈ കുതിരമാളികയുടെ ഏറ്റവും ഫ്രണ്ട് എൻട്രൻസ് അത് കണ്ടോ, ഇതാണ് കുതിരമാളിക. ഇതാണ് ഇവിടുത്തെ കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം നമുക്ക് അവിടെ മാറിയിരിക്കുക. കണ്ടോ, ഇതൊരു കൊട്ടാരം ചെറിയ കണ്ടോ. ഇതാണ് നമുക്ക് എൻട്രൻസ് എല്ലാം ഇങ്ങനെ കാണാം. അവിടെ ഇതിന്റെ അപ്പുറത്ത് ക്ഷേത്രമാണ്. അപ്പൊ നമുക്ക് എന്തായാലും എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാനിപ്പോ നിൽക്കുന്നത്. കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലൂടെയാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ഫ്രണ്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ ഫ്രണ്ട്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു തിരുവനന്തപുരം ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി വന്നേ. അപ്പൊ എന്തായാലും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിന്റെ ഫ്രണ്ടും ഒക്കെ ഒന്ന് കണ്ട് ഞാനിത് എന്തായാലും വരാന്ന് വെച്ചിട്ടുണ്ടോ. ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ടല്ല, ഇതെന്തോ എനിക്കറിയില്ല. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇതുണ്ടോ, നമുക്ക് ഫ്രണ്ട് ചെയ്യുന്നിട്ട് ഇതുണ്ടോ, സ്റ്റുഡൻസ് ഒക്കെ നിന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ആയിട്ടുണ്ടോ, ഇതാണ് എൻ്റെ എൻട്രൻസ്. ഇതുണ്ടോ, ഞാൻ ഈ ചിത്രാലയത്തിൽ നടന്നത് ഇതുണ്ടോ, ഇതിവിടെ കാണാൻ പറ്റിയ ഒരു ഫോട്ടോ. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും ഞാൻ പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കുക. ജസ്റ്റ് നമുക്കിവിടെ വന്ന് അകത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ ഇച്ചിരി കോസ്റ്റ്ലി ആയി ഇവിടെ. ഞാൻ അതുകൊണ്ടാണ് എടുക്കാത്തത്. 500 രൂപ എടുത്ത് ആദ്യം 200 എടുത്തിട്ട് എൻട്രി ടിക്കറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 50 രൂപ നമുക്ക് പുറത്ത് വേണം എടുക്കാൻ ടിക്കറ്റ് എടുക്കണം. അല്ലാതെ മൊത്തത്തിലാണ് വീഡിയോഗ്രാഫി മൊത്തത്തിൽ എടുക്കണം 500 രൂപ എടുക്കണം. ഇവിടെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ സമയത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഇവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇതാ ചിത്രാലയം എന്ന് പറയുന്നത്. മറ്റേ കുതിരമാളിക, അത് ചിത്രാലയം. എന്തായാലും ഞാനിത് എല്ലാം കണ്ട് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങുക. ഞാനിപ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ള, ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഞാനിവിടെ വന്നത് എവിടെയാണെന്നറിയാമോ? ഇവിടെ അടുത്തൊരു ഫേമസ് പള്ളിയുണ്ട്, മുസ്ലിം പള്ളി. നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴും. ഭീമാപ്പള്ളി എന്ന് പറയും, ഭീമാപ്പള്ളി. അതിന്റെ ഫ്രണ്ട് ഞാനിപ്പോ വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അച്ഛനിങ്ങനെ ചോദിക്കുന്നുണ്ട് ചെന്ന്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ വന്നിരിക്കുക. നല്ല വെയിലുണ്ട് ഇപ്പൊ ഇവിടെ. അവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഭീമാപ്പള്ളി വരെ. എന്തായാലും ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എടുത്തില്ല, എടുക്കണ്ടെന്ന് വെച്ചു. എന്തായാലും എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതെല്ലാം ഒന്ന് കാണിക്കാന്ന് വെച്ചു. എന്തായാലും നമുക്ക് പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് കാണാം. വാ, ആണ് ഭീമാപ്പള്ളിയുടെ ഫ്രണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, വരുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയൊക്കെ. ഞാനിങ്ങനെ ജസ്റ്റ് ഞാനിവിടെ എല്ലാം കണ്ടു. ഇത് ഒഴിഞ്ഞ് നല്ല വെയിലുണ്ട് ഇവിടെ. ഇവിടെ എല്ലാം വെയിലുള്ളതുകൊണ്ട് ഇവിടെ നല്ല നമുക്കൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാണ്ടോ. നല്ലൊരു വിസ്തൃതമായ ഒരു സ്ഥലത്തായി പള്ളി നിൽക്കുന്നത്. പള്ളിയുടെ അച്ഛൻ മുമ്പ് വന്നിട്ടുണ്ടോ ഭീമപ്പള്ളി? നല്ലൊരു പള്ളിയാ പക്ഷേ അല്ലേ? കാണുമ്പോൾ തന്നെ ഒരു രസം. വേണ്ട, ഇവിടെ എല്ലാം കടകളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഈ ഇത്രയും വെയിലായോണ്ടായിരിക്കും കടയൊന്നും വർക്കാകത്ത്. എന്തായാലും നമുക്ക് പള്ളിയുടെ ചുറ്റും ഒന്ന് കയറി കറങ്ങി ഒന്ന് കണ്ടിട്ട് വരാം. ഇതെന്റെ പള്ളിയുടെ ആ മുകുടമൊക്കെ കണ്ടോ? നല്ല മനോഹരമായിട്ടാ ചുറ്റുമൊക്കെ ഉള്ള ഇതുണ്ടോ. ഇതാണ് പള്ളി. പള്ളിയുടെ ചുറ്റും ഇങ്ങനെ
ഈ വലിയ അതാന്ന് തോന്നുന്നു എൻട്രൻസ്. ആ എൻട്രൻസിൽ കൂടെ ഞാൻ തോന്നുന്നു പള്ളി കയറേണ്ട. നല്ല വിസ്തൃതമായിട്ടുള്ള ഒരു വലിയ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ സത്യത്തിലേ ഈ സ്ഥലം കേട്ടാ എല്ലാം ഈ എനിക്കൊന്ന് പിന്നെ വിനോദസഞ്ചാരികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ സമയമാകുമ്പോഴേ ഇവിടുത്തെ വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും ആളുകൾ വരുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് ചുറ്റി അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് പള്ളിയുടെ, ഞാനൊന്ന് പള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് എടുക്കുന്നത്. കണ്ടോ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ പള്ളിയുടെ അടുത്ത് വിശ്രമിക്കാനോ അല്ലെങ്കിൽ എനിക്കൊന്നും ഇവിടുത്തെ ആരാന്നറിയത്തില്ല. ഇവരൊക്കെ അഗതികളായിരിക്കും ഇതെല്ലാം, ആയിരിക്കും അല്ലേ? ഇത് കുറച്ച് അഗതികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം മണ്ണ് കണ്ടോ? ഇവിടുത്തെ മണ്ണ് കണ്ടോ? നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് പള്ളിയുടെ. അല്ല പള്ളിയുടെ ഉള്ളിലുള്ള ഞാനിവിടെ ഈ പള്ളി വെച്ച് എന്തായാലും നമ്മള് ഇങ്ങോട്ട് നടക്കുക. സത്യത്തിൽ ഇത് കണ്ടോ വെച്ചാ ഇവിടെ ഇല്ല, ഈ കാഴ്ചയെല്ലാം കണ്ടോ? സത്യത്തിൽ ഇവിടെ എല്ലാം വരുമ്പോഴേ ഒരു പ്രത്യേക നല്ലൊരു അന്തരീക്ഷമാണ്. പള്ളിയുടെ മകുടമൊക്കെ ഉണ്ടോ? മുകളിലത്തെ മകുടം കേട്ടോ, ആ മകുടവും അതല്ല പള്ളി. എന്തായാലും ഞാൻ ഈ പള്ളിയെല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങോട്ട് നടക്കുക. പള്ളിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോ തന്നെ ഇതാണ് ഉണ്ടോ ഇപ്പം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിസ്കാരമാണോ ബാങ്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുക. എന്റെ അകത്തൊക്കെ സൂവിനിയർ കടയൊക്കെ കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിനടുത്ത് പള്ളി ഒരു ചെറിയ നിസ്കാരം പോലെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സൂര്യൻ കടയുണ്ട്, സുന്ദരമാണ് ഇവിടുത്തെ പള്ളിയുടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന കടയാണ്. പള്ളിയുടെ നമ്മള് ബാക്ക് വശം ഇതാ, പള്ളിയുടെ കാണുന്ന ബാക്ക് വശം ഉണ്ടോ? അല്ല ഉണ്ടോ? ഈ ഒരു ഭാഗത്ത് നിന്ന് അടുക്കുന്നത് ഉണ്ടോ? ഇതാണ് ഭീമാപ്പള്ളി. ഞാൻ ഇതുവരെ ഭീമാപ്പള്ളി കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമായി ഭീമാപ്പള്ളി വരുന്നത് തന്നെ. ഇവിടെ എല്ലാം നല്ലൊരു വിസ്തൃതമായിട്ട് സ്ഥലമാണ് ഭീമാപ്പള്ളി. ഈ ഭീമാപ്പള്ളിയുടെ അടുത്ത് ഒത്തിരി ഇതുപോലത്തെ ആളുകളൊക്കെ വന്ന് അഭയം തേടാറുണ്ട്. ഇതിൽ ഒത്തിരി സ്ത്രീകള്, ഒത്തിരി ആളുകൾ ഒരു കടയൊക്കെ ഉണ്ടോ? അവരുടെ അകത്തൂടെയൊക്കെ നടന്നു നമ്മൾ വന്ന ബസ് പോകുന്നു. എല്ലാം കണ്ട് ഞാനിങ്ങനെ പെയ്യാൻ നടക്കുവോ കേട്ടോ. എനിക്ക് മറ്റേത് ഈ ഭീമാപ്പള്ളി അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മറ്റേ എടുക്കാനൊക്കെ നല്ല അത്യാവശ്യം ഒരു പള്ളിയെന്ന് എനിക്ക് കാണാനൊക്കെ ഉണ്ട് ഇവിടെ. അതിലൂടെ ഭീമാപ്പള്ളിയുടെ ആ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ പെയ്യാറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കടൽ തീരമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ കടൽ തീരമൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ കാഴ്ച കണ്ട് നമുക്ക് കടക്കാം. ഇതാണ് ഇവിടുത്തെ ഭീമാപ്പള്ളിയുടെ അടുത്തുള്ള കാഴ്ചകൾ. ഇതൊക്കെ ഇവിടെ ഓരോ കടകളും ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം കണ്ടുകൊണ്ടാണ് ഞാനീ നടക്കുന്നത്. അവിടെ എല്ലാം ഷോപ്പുകളല്ല വന്നിട്ട് ബീച്ചിന്റെ അകത്തോട്ട് നമ്മൾ നടന്ന് നേരെ ചെല്ലേണ്ടവരും. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി ഭീമാപ്പള്ളി. ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ എല്ലാം ഷോപ്പുകളൊക്കെ ഇതെല്ലാം ഷോപ്പുകളും അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കണം. ഒത്തിരി ചെറിയൊരു സ്ട്രീറ്റ് അത് പള്ളിയുടെ അടുത്ത്. ഇപ്പൊ തിരക്കൊന്നുമില്ല, വൈകിട്ട് ആകുമ്പോഴത്തേക്ക് ഒത്തിരി തിരക്കൊക്കെ ഇവിടെ വരും ഉണ്ടോ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോ ഇവിടുന്ന് നടന്ന് നമ്മുടെ കടപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. കടൽ തീരത്തിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കടൽ തീരത്തിന്റെ വഴി ഇവിടെ എല്ലാം വീടുകളുണ്ട്. അച്ഛാ സത്യത്തിൽ അച്ഛനും ഇവിടെ വന്നിട്ട് ഈ കടൽ തീരം കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ ഓരോ കടൽ തീരത്തിനും ഓരോ പ്രത്യേകത അല്ലേ? സത്യമല്ലേ? എന്നാ ഓരോ സ്ഥലത്തെ കടൽ തീരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക് ഇച്ചിരി ഇരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? സത്യമല്ലേ? നമ്മൾ കടൽ തീരത്തിന്റെ കാഴ്ചയിലോട്ടാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അങ്ങോട്ട് പോകും. ഇതാണ് കടൽ തീരം. നമ്മൾ ഈ കടൽ തീരത്തിന്റെ അടുത്തൂടെ നടന്നു കേട്ടോ. ഫ്രണ്ടിൽ കാണുന്ന കടൽ തീരം. അവിടെ എല്ലാം ഓരോ ഗ്രാമങ്ങളും ഓരോ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഈ കടൽ തീരത്തിന്റെ അടുത്തൂടെ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഗ്രാമജീവിതം എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കടത്തി കണ്ടോ. ഇവിടെ നമ്മൾ സുന്ദരമായ കടല്. ഇല്ല അങ്ങോട്ട് നടക്കാൻ പറ്റുമല്ലേ? കണ്ടോ എല്ലാം വീടുകളുണ്ട് ഇങ്ങനെ.
ഓ അവിടെ ഒരു പാലം ഉണ്ടല്ലേ? ആണോ? അത് അത്രയും ദൂരം പോകണോ ആ പാലത്ത്? പക്ഷെ ആ പാലത്ത് നമ്മൾ ചെന്ന പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എത്ര ദൂരം പോകണം അറിയാം. എനിക്കൊന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടെന്ന്. ഞങ്ങൾ അങ്ങോട്ട് ആ ബ്രിഡ്ജിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി. പക്ഷെ അവര് പറഞ്ഞത് ആ ബ്രിഡ്ജ് ഇപ്പൊ അവിടെ കൊണ്ട് മുറിഞ്ഞിരിക്കുക. വർഷങ്ങളായിരുന്നു ആ പാലത്തിലോട്ട് ആളുകളെ കയറ്റിട്ട്. അല്ലെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയേനെ അവിടെ നോക്കുമ്പോ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു പുലിമുട്ടുണ്ട്. അല്ല, ഈ പുലിമുട്ടിന്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് പുലിമുട്ട്. ജസ്റ്റ് ഈ പുലിമുട്ടിന്റെ അകത്തോട്ട് നമുക്ക് കയറി നോക്കാം. എങ്ങനെ പോയി നല്ല കാറ്റുണ്ട്. എനിക്ക് നമ്മളിവിടെ കയറി നോക്കാൻ ഇവിടെ എല്ലാ അടുത്തും പുലിമുട്ടുണ്ട്. ഭീമാപ്പള്ളിയിലെ ഇവിടുത്തെ കടല്, ഇവിടുത്തെ ബീച്ചൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് എന്തായാലും ഇവിടുത്തെ ബീച്ചിന്റെ ഏറ്റവും നല്ല കാഴ്ചകളും ഒക്കെ കണ്ട് രക്ഷപ്പെട്ട് നിൽക്കുക. നല്ല യാത്രയാണ് എനിക്ക് കണ്ടത്. അങ്ങോട്ടെല്ലാം നമുക്ക് ഓരോ വീടുകൾ ഇടുങ്ങിയുള്ള വീടുകളാണ്. ഒരു കോളനി പോലെ. എന്തായാലും നമുക്ക് വേണമെങ്കിൽ നടന്ന അവിടെ ആ സ്ഥലങ്ങളൊക്കെ ആ ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് ജസ്റ്റ് കാണാനൊക്കെ പറ്റും. കണ്ടോ? എന്തായാലും ബീച്ചിന്റെ സൈഡിൽ കൂടെ നടക്കുക. കണ്ടോ ഇവിടുത്തെ കടൽത്തീരവും അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളും ആ ഒരു രീതിയായിട്ടാണ് ഞാൻ നോക്കി നടക്കുന്നത്. കണ്ടോ? നല്ല ഈ മനോഹരമായിട്ടുള്ള ഒരു എവിടെ നിന്ന് കപ്പലാണോ തോന്നുന്നത്. അവിടെ ഒരു കപ്പലുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടോ? ഇവിടെ എല്ലാം ഇവിടുത്തെ വീടെല്ലാം കണ്ടോ? അതാണ് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വീട്. കണ്ടിട്ട് തന്നെ വളരെ വിഷമം തോന്നുന്നു ഓരോ വീടും കണ്ടിട്ട്, അല്ലേ? മത്സ്യത്തൊഴിലാളികൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർക്ക് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുള്ള കാരണം അവർക്ക് എല്ലാ ദിവസവും പണിക്ക് പോയാൽ ചിലപ്പോ പൈസ കിട്ടത്തില്ല. ഇപ്പൊ അതങ്ങനെ ജീവിതത്തിലെന്ന് പറയുമ്പോഴത്തേക്കും ദാരിദ്ര്യം ഒരു പ്രധാന ഘടകം. അതെ, ഇതെല്ലാം കുറച്ചു പേര് ഇരിപ്പുണ്ട്. കണ്ടോ ഇവിടെ? ഇതാണ് വീട്. വീടിന്റെ ഓരോ കാഴ്ചകളും കണ്ട നമ്മൾ ഈ ഗ്രാമത്തിലെ ഓരോ ഭാഗം കണ്ട നമ്മൾ ഈ നടക്കുന്നത്. ഞാൻ എന്തായാലും അച്ഛനോട്ട് ഇങ്ങനെ നടക്കുവാ ഈ സ്ഥലമല്ല. അങ്ങനെ ഇവിടെ ഈ കള്ളത്തിരത്തോട് നടക്കുമ്പോഴേ കാറ്റൊക്കെ ഉണ്ട്. ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്നത്. നമുക്ക് ഇവിടെ എന്തെല്ലാം മനോഹരമായിട്ട് രീതിയാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക്. ഓരോ നല്ല അന്തരീക്ഷവും ചെറിയ ഇവിടെ കരയൊന്നും ഇല്ലല്ലേ? കരയെല്ലാം പോയതായിരിക്കും. എന്തായാലും ഞാനിങ്ങനെ അങ്ങോട്ടങ്ങോട്ട് കുറച്ചാണ്. ഞാനിപ്പോ വന്നിരിക്കുന്നത് ചെറിയ തുറ എന്ന് പറയുന്ന സ്ഥലത്ത് അസംഷൻ എന്ന് പറഞ്ഞൊരു പള്ളിയുടെ വലിയ തുറയിലുള്ള ഒരു പള്ളിയുടെ അടുത്താണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പള്ളി വന്ന് ജസ്റ്റ് നേരെ എടുത്തോ എന്ന് പറയും. അപ്പൊ എന്തായാലും ഞാൻ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണും. എനിക്ക് ഇവിടുത്തെ ചരിത്രമൊന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് ഞാനിവിടെ വന്നത് കൊണ്ട് ഞാനൊന്ന് കണ്ടു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കിയിട്ട് പള്ളി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളിത് കാണിച്ചില്ല. പള്ളി എങ്ങനെ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇതാണ് പള്ളിയുടെ എൻട്രൻസ്. കണ്ടോ? അപ്പൊ ഞാനിത് പള്ളി ഇങ്ങനെ ഇവിടെയാണ് എൻട്രൻസ്. ഈ പള്ളി കണ്ടോ? ഇതൊരു ബീച്ച് കടൽ തീരത്തോടെ നമ്മൾ നേരത്തെ ഭീമാപ്പള്ളിയുടെ അടുത്ത് തന്നെ ഈ വലിയ തുറ പള്ളി ഇരിക്കുന്നത്. അവിടെ ശ്മശാനവും ഇതൊരു ഇതൊക്കെ ഉണ്ട്. മറ്റേ ഓഡിറ്റോറിയം കണ്ടോ? ഇതൊരു മാതാവിന്റെ ഒരു കണ്ടോ? ഒരു മറിയം ഇങ്ങനെ മാതാവ് തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ഒരു കർത്താവിന്റെ ഒരു രീതി ഇവിടെ ഉണ്ട്. സെമിത്തേരി കയറണോ? അനുവാദം ഇല്ലല്ലോ സെമിത്തേരി എടുത്ത്. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ കർത്താവിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതെന്തോ പേരെന്ന് പറയത്തില്ല. കുരിശാലയമായിരിക്കും സത്യത്തിൽ. കുരിശടിയൊക്കെ ആയിരിക്കും. ഇതാണ് പള്ളിയുടെ കണ്ടോ? അവിടെ കുരിശുണ്ടോ? മുകളിലുള്ള കുരിശ് തൊട്ടത് ഇവിടുത്തെ ഈ കാഴ്ചകൾ എൻട്രൻസ് എല്ലാം കാണുമ്പോഴത്തേക്ക് ആ കൊടിമരവും എല്ലാം നല്ല രസമുണ്ട് ഈ പള്ളി. എന്തായാലും നമുക്ക് പള്ളിയുടെ ഈ ഒരു ഇവിടുന്ന് പള്ളി ഇപ്പൊ അടച്ചിട്ടിരിക്കുക. ഞാനിവിടെ ഒരു അടുത്ത് ചോദിച്ചു. അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും പള്ളിയുടെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ. കണ്ടോ? നമ്മൾ കടൽത്തീരത്തോടെ നിന്ന് നിൽക്കുന്നൊരു പള്ളിയാണ്. ഇതിന്റെ രീതിയൊക്കെ കണ്ടോ? നല്ല മനോഹരമായിട്ടുള്ള രീതിയൊക്കെയാ പള്ളി. കണ്ടോ? ഒരു നല്ല അടിപൊളി പള്ളിയാ വലിയ തുറയിലുള്ള. ഉണ്ടോ? ഇതേ പള്ളിയുടെ എൻട്രൻസ് അവിടെയാണ്. അതായത് ഇവിടെയും ഉണ്ട്. കണ്ടോ? നല്ലൊരു
പഴയ ഒരു എന്താ പറയാ, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു വ്യൂവാ പള്ളി. എന്താ മനസ്സിലായോ? എന്താ എന്തായാലും ഒന്ന് ചുറ്റി ഇവിടെ ബീച്ചുണ്ട് കേട്ടോ. അതിന്റെ അപ്പുറത്ത് നല്ലൊരു ബീച്ച്, കളിസ്ഥലം എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് കളിക്കാനൊക്കെ പറ്റുന്നത്. എവിടെയാണ് പള്ളി? നമുക്ക് ആ ബീച്ചിന്റെ അടുത്തോട്ട് ഒന്ന് ചെന്ന് കയറിയിട്ട് വരാം. ബീച്ചിന്റെ അടുത്ത് ഇതാണ്ടോ, ഇവിടെ ഒരു നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കാൻ. ഇവിടെയാണ് അസംഷൻ പള്ളിയുടെ സ്പോർട്സ് ആർട്സ് ക്ലബ്ബാണ് ഇത്. ഇതേതോ പള്ളി കണ്ടോ. ഇതാണ് പള്ളിയുടെ, നമ്മുടെ ബീച്ചിനോട് ചേർന്നുള്ള ഇത് കണ്ടോ അച്ഛാ. ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല രസമുണ്ട്. അച്ഛന് ഇത് കണ്ടിട്ട് നമ്മുടെ പഴയ സിനിമകളിലൊക്കെ കാണുന്നൊരു പഴയ പള്ളിയാന്ന് തോന്നുന്നത് ആണോ അല്ലേ? അപ്പൊ നമ്മൾ ഈ പള്ളിയിലെ ഇതുണ്ടോ, പള്ളിയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ അവിടെ ബീച്ച്, എന്ത് വ്യൂവാ. കാണുമ്പോ തന്നെ സുഖമുണ്ട് കേട്ടോ. എനിക്ക് കാണുമ്പോ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അവിടെ ഒരു പുലിമുട്ടൊക്കെ ഉണ്ട് ഇതുണ്ടോ പള്ളിയെ. ഞങ്ങൾ എന്തായാലും ബീച്ച് എടുത്തിട്ട് പുലിമുട്ട് കണ്ടില്ലേ? എന്തായാലും പള്ളിയുടെ അതെല്ലാം കണ്ട് ഞങ്ങളിതേ വന്നിരിക്കും. എന്തായാലും കണ്ടോ, ഇന്നത്തെ യാത്ര എനിക്ക് ആദ്യത്തെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് വന്നുള്ളൂ. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഇതുണ്ടോ, നമ്മളെല്ലാം പള്ളിയുടെ വ്യൂ ഒക്കെ കണ്ടു. നമ്മളിങ്ങനെ നിൽക്കുന്ന കടൽ തീരും. എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം. എന്താ 2 മണിയല്ലേ? 1 മണിയായി. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് പള്ളിയുടെ ബീച്ച് ഉണ്ടല്ലോ, അപ്പൊ ആ ഭാഗത്തിരുന്ന് ഞങ്ങള് ചോറ് കൊണ്ടുവന്നിട്ടോ. അപ്പൊ ഞാനും അച്ഛനും കൂടെ ഈ വെയിലത്തിരുന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ വെയിലത്തിരുന്ന് ഈ പൊതിച്ചോറ് കഴിക്കാന്ന് വെച്ചു. അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ കൂടുക അല്ലേ കഴിക്കാൻ. ഞങ്ങളുടെ ബഡ്ജറ്റ് ട്രാവലേഴ്സിനെ ഞങ്ങൾ എന്ത് ചെയ്യാനോ, ഈ പുറത്തുനിന്നൊക്കെ കുട്ടി മേടിച്ചാൽ ചിലപ്പോ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. നല്ല പൈസയാണ് നിങ്ങൾ കാണിക്കട്ടെ. പൈസ അത് കിട്ടുന്നില്ല മോണിറ്റൈസേഷനുമായിട്ട്. എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നു, കാണിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ കടിയെന്ന് കാണിച്ചില്ല. ഇതാണ് ഞങ്ങളുടെ ചോറും പൊതിച്ചോറും. ഞങ്ങൾ ഇവിടെ നിന്ന് കടൽ തീരമൊക്കെ കണ്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ചോറ് എടുത്ത് കഴിക്കുക. ഇന്ന് അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി തന്നെ. അച്ഛൻ്റെ എന്തൊക്കെയുണ്ട് കറി? മുട്ടക്കറി ഒന്നുമല്ല, എനിക്ക് മുട്ടയേ ഉള്ളൂ, അച്ഛന് മുട്ടയില്ല കേട്ടോ. ഈ മുട്ടയുടെ ചാറ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് പറയാം. അപ്പൊ എന്തായാലും ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പൊ എന്തായാലും ചോറെടുത്തത് നമ്മുടെ ചോറും എല്ലാം കറിയും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ കടത്തിരുന്ന് ഞങ്ങൾ ഈ ചോറും എല്ലാം കൂടെ എടുത്ത് കഴിക്കുക. നല്ല കറി അല്ലേ? കൊള്ളാമല്ലേ? അടിപൊളി. അമ്മ രാവിലെ എണീറ്റ് നമുക്ക് പോകാൻ വേണ്ടി കിട്ടിയ രാവിലെ എണീറ്റ് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രാവിലെ എണീറ്റ് ഇരുന്ന് പാചകം ചെയ്തു കേട്ടോ. ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ബഡ്ജറ്റ് ട്രാവലിംഗ് ചെയ്യുമ്പോൾ ആഹാരം കൊണ്ടുവന്നു അതുപോലെ ഒന്ന് കഴിക്കും. ഹോട്ടലൊന്നും കയറിയില്ല. എന്തായാലും ആ കൊട്ടാരത്തിൽ അത് ചിലപ്പോൾ അവരുടെ ഫീസായിരിക്കും, അവര് നിശ്ചയിച്ച ഫീസായിരിക്കും. പിന്നെ മൊബൈൽ ക്യാമറയിൽ തന്നെ വീഡിയോ എടുക്കാൻ 500 രൂപ, എൻട്രൻസ് ഫീസ് 100 രൂപ ഒരാൾക്ക്. പിന്നെ 50 രൂപയാണെങ്കിൽ പുറത്തെടുക്കാൻ, എൻട്രൻസ് മാത്രം എടുക്കാൻ 50 രൂപ. പക്ഷെ കൃഷ്ണപുരം പാലസ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പാലസാ. സത്യത്തിൽ കൃഷ്ണപുരം പാലസിനെ കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്ന് കാണാനുണ്ടോ. ഞാൻ പറഞ്ഞില്ല, അവിടെ സത്യത്തിൽ ഒരാൾക്ക് 200 രൂപ ടിക്കറ്റ് എടുക്കാൻ, മൊത്തത്തിൽ ഫോട്ടോ വീഡിയോഗ്രാഫി എടുക്കാൻ, മൊബൈൽ ക്യാമറ. പിന്നെന്ന് പറയുന്നത് ഒരാൾക്ക് 30 രൂപ. സത്യത്തിൽ അത്രയും എടുക്കും. 200 രൂപ എടുക്കുന്നെങ്കിലും ന്യായതാ. ഈ 500 രൂപ എന്ന് വെച്ചാൽ കൂടുതലാ. സത്യത്തിൽ നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേര് നമ്മുടെ ഇത് എടുക്കാനും വ്ളോഗേഴ്സ് ഒക്കെ വരും, എടുക്കാൻ വരും. അങ്ങനെ ഒത്തിരി ആളുകൾ ഇതറിഞ്ഞു വരും. പലർക്കും ഈ കൊട്ടാരത്തെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല, പൊതുവെ ഞാൻ പറഞ്ഞതാ. നമ്മൾ അങ്ങനെയും കൂടെയൊക്കെ ചിന്തിക്കണം അല്ലേ. എല്ലാരും കൂടെ എല്ലാം പറ്റില്ലല്ലോ. 500 രൂപ എടുത്തത് എന്ത് നഷ്ടമല്ലേ 500 രൂപ എന്ന് പറയുന്നത്. പക്ഷെ വേണ്ടവരെടുത്താൽ മതി എന്ന് തോന്നും അല്ലേ. ശരിയാ, ഒന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും ഞങ്ങളിപ്പോ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാം ഇറങ്ങിയിട്ട് ഞാനും ഇതിനും കൂടെ ഇപ്പൊ വേറെ സ്ഥലത്തോട്ട് വന്നു. സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ്, ഫേമസ് സ്ഥലം കോവളത്തോട്ടാണ് ഞങ്ങളിപ്പോ. അപ്പൊ ഞങ്ങളെന്തായാലും 7 കിലോമീറ്ററേ ഉള്ളൂ.
നാളെന്തായാലും നടക്കാന്ന് വെച്ചു അങ്ങോട്ട് കോട്ടയ്ക്ക് പോകുന്നില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുകൂടെ നടക്കട്ടെ, കാണിച്ചേ. ഇവിടുത്തെ നിന്ന് 16 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോവളം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ച് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ഇതിന്റെ ചരിത്രം താഴെ പറയുന്നതാണ്. ആദ്യകാലം എന്ന് പറയുന്നത് കോവളം എന്ന പേര് കോവ് അഥവാ കൊടി എന്ന വാക്കിൽ നിന്ന് വന്നതാകാം എന്നാണ് ഇവിടെ പറയുന്നത്. അതിമനോഹരമായ ഈ സ്ഥലം ആദ്യകാലങ്ങളിൽ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു എന്നും ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു സ്വകാര്യ ബീച്ചായിരുന്നു എന്നും പറയുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം 1930-കൾ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് യൂറോപ്യൻ വിനോദസഞ്ചാരികൾ കോവളത്തിന്റെ സൗന്ദര്യം ആദ്യമായി കണ്ടെത്തിയെന്നും പറയുന്നു. അതായത് ബ്രിട്ടീഷ് രാജകുമാരിയായിരുന്ന മേരി ബ്രൗൺസ് ഒരു യാത്രാഗണത്തിൽ കോവളത്തെക്കുറിച്ച് എഴുതിയതോടെയാണ് ഈ സ്ഥലം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചത്. മഹാരാജാവിന്റെ നേതൃത്വത്തിൽ ഇവർക്കായി ഒരു സ്വകാര്യ കൊട്ടാരം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. ഇത് പിന്നീട് ഒരു ഹോട്ടലായി മാറുകയും ചെയ്തു. 1960-കളും 70-കളും ഹിപ്പി സംസ്കാരം ലോകമെമ്പാടും വ്യാപിച്ച കാലഘട്ടത്തിലാണ് യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഹിപ്പികൾ കോവളത്തേക്ക് കൂട്ടമായി എത്തിച്ചേർന്നു. ബീച്ചിലെ ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി ഭംഗിയും അവരെ ഇങ്ങോട്ട് ആകർഷിച്ചു. ഇത് കോവളത്തെ ഒരു പ്രധാന ഹിപ്പി അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയെന്നും പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ഭക്ഷണശാലകളും അതുപോലെ തന്നെ കടകളും വളർന്നു വരുന്നത്. പിന്നീടുള്ള വികസനം കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കോവളത്തെ ഒരു ആധുനിക ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിച്ചു. അതുപോലെ തന്നെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഷോപ്പുകൾ, ആയുർവേദ കേന്ദ്രങ്ങൾ, സർഫിംഗ് സ്കൂളുകൾ എന്നിവയെല്ലാം ഇവിടെ ആരംഭിച്ചു. കോവളത്തിന്റെ സവിശേഷതകൾ എന്തെന്ന് വെച്ചാൽ ചന്ദ്രക്കല ആകൃതിയിലുള്ള ബീച്ചുകളാണ് കോവളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോവളത്തിന് 3 പ്രധാന ബീച്ചുകളുണ്ട്. ലൈറ്റ് ഹൗസ് ബീച്ച്, ഹൗവ ബീച്ച്, പിന്നെ സമുദ്ര ബീച്ച്. ഈ 3 ബീച്ചുകളും ചന്ദ്രക്കല ആകൃതിയിലുള്ളതാണ്. ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഏറെ അകലെയല്ലാതെ ഒരു പാറയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസ് കോവളത്തിന്റെ ഒരു പ്രധാന അടയാളമാണ്. ഇതിൽ നിന്ന് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. പ്രകൃതിദത്ത സൗന്ദര്യം, പാറകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു ബീച്ചാണ് കോവളം. ഇത് തിരമാലകളെ തടയുകയും സുരക്ഷിതമായി കുളിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഈ കോവളം ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. അപ്പൊ കാലക്രമേണ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി കോവളം മാറിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് ഇതിന്റെ ചരിത്രം. അപ്പൊ എന്തായാലും നമുക്ക് കാഴ്ചയിലോട്ടൊക്കെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹിസ്റ്ററി പോലെ കോവളത്തിന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് കാഴ്ചയിലോട്ട് പോകാം. ഇപ്പൊ നിൽക്കുന്നത് ഗോകുലം ഗ്രാൻഡ് ബീച്ചിന്റെ അടുത്താ കണ്ടോ, ഹോട്ടലിന്റെ അടുത്താ. ഇതാണ് ഹോട്ടൽ ഗോകുലത്തിന്റെ. ഇവിടുന്ന് ഞാൻ വെച്ചും കൂടെ ഇങ്ങനെ പെയ്യെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഓരോ റിസോർട്ടുകളും ബാറുകളും ഒക്കെ ഇഷ്ടം പോലെയാണ്. ബാറുകളെല്ലാം കണ്ട് ഇങ്ങനെ പെയ്യെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ബാറുകളും അല്ലേ? സത്യമല്ലേ? ഈ കോവളം ജിങ്കാനയാ അങ്ങനെ ബാറുണ്ട്. ഇവിടെ ബാറ് കൊണ്ട് സത്യത്തിലേ ഈ ഇതുപോലല്ലേ കൊണ്ടുവരേണ്ടത്. എല്ലാ റിസോർട്ടുകളും നല്ല ബാറുകളും നല്ല കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസ് വന്ന ആളുകൾ വരുമോ ഇല്ലയോ? സത്യമല്ലേ? കാരണം ഒരു സഞ്ചാരിക്ക് അല്ലെങ്കിൽ ഒരു വിദേശിക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറെ കടല് മാത്രം കാണലല്ല. അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ അവൻ ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കലാണ് ഒരു സഞ്ചാരിക്ക് ആവശ്യം. സഞ്ചാരിയല്ല, ഒരു ടൂറിസ്റ്റിന് ആവശ്യം അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞ? അപ്പൊ ഒരു ടൂറിസ്റ്റുകൾക്ക് ആവശ്യം എന്ന് പറയുന്നത് തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സഞ്ചാരിയും ടൂറിസ്റ്റും ഒന്ന് എടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാം. അപ്പൊ സഞ്ചാരികൾ എന്ന് പറയുന്നത് എല്ലാവരും സഞ്ചാരികളൊന്നും എന്ന് വെച്ചാൽ ചുമ്മാതെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്, ഒന്നും ഇതുപോലെ ഒന്നും എടുക്കാതെ സാധാരണ. പക്ഷെ ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ വന്നിട്ട് അവരിതുപോലെ ഒക്കെ വന്ന് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറെ ആളുകൾ. അവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ ഉണ്ടോ കടലുമായിട്ട്? നമ്മളെന്തായാലും നടന്നുകൊണ്ടിരിക്കുവോ അങ്ങോട്ട്. ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ബസ് എടുക്കണ്ട, നമുക്ക് നടന്നു പോവാം. അപ്പൊ ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞങ്ങൾ കോവളം ബീച്ച്, ഞാൻ എന്റെ ഫസ്റ്റ് ടൈം കോവളം ബീച്ച് വിസിറ്റ് ചെയ്യുമായിരുന്നു. അതിനു മുമ്പ് ഞാൻ കോവളം ബീച്ചിലൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഞാനിങ്ങനെ നടന്നു കോവളം ബീച്ചിലോട്ട്. ഇവിടെ എല്ലാ ഹോട്ടലുകളാണ് കേട്ടോ. ഹോട്ടലുകളെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാം വന്ന് സ്റ്റേ ചെയ്യാൻ ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മളത്രയും സ്റ്റേ ചെയ്യാൻ നമ്മുടെ പൈസ ഒന്നുമില്ല. ഒരു ദിവസം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം, അങ്ങനെ വിചാരിച്ചു വന്നത്. നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ ഇത്ര അടുത്തൊരു സ്ഥലം ഉണ്ടായിട്ട് വന്ന് കണ്ടില്ലെങ്കിൽ നമുക്കൊരു മോശമല്ല അല്ലേ? സത്യമല്ലേ? എന്തായാലും ഞാൻ അങ്ങോട്ട് നടക്കണം. ലീല എന്ന് പറഞ്ഞ ഹോട്ടലാണ്, ലീല ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടലാണ് നിൽക്കുന്നത്. രാവിസ് ഹോട്ടലാണ് കണ്ടോ? ഇല്ലേ? രാവിസ് ഹോട്ടലിലോട്ട് പോകുന്ന വഴി ഇവിടെ ബീച്ച് റിസോർട്ട് ആയിരിക്കും അല്ലേ? ആയിരിക്കും അല്ലേ? എന്തായാലും ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ രാജകുടുംബമൊക്കെ അവര് സമയം കിട്ടുമ്പോഴത്തേക്കും അവരിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. സത്യത്തിൽ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു പണ്ട്. നമ്മുടെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ ആ മത്സ്യബന്ധന ഗ്രാമത്തിലായിരുന്നു
ഈ ഒരു അത് തന്നെ ഈ ഒരു ബീച്ച്, ഈ റിസോർട്ടും ഈ ബീച്ചും ഒക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഇവിടെ എല്ലാം കുറെ പട്ടികൾ നടക്കുന്നുണ്ട്, എന്താ ചെറിയ പട്ടികൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മളെന്തായാലും ഈ ബീച്ച് നമ്മളെന്തായാലും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല കാറ്റുണ്ട്. ഇപ്പൊ കാറ്റെല്ലാം കണ്ട് നമ്മള് ബീച്ചിന്റെ അടുത്ത് എത്തി എന്ന് കാണിക്കുന്നൊരു കാറ്റായി കാണുന്നത്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ബീച്ചിന്റെ അടുത്തെത്തി. ബീച്ചിന്റെ അടുത്ത് എത്തും തോറും കാറ്റിങ്ങനെ കൂടി കൂടി വരിക കേട്ടോ. ഇതെല്ലാം കാറ്റാ. അപ്പൊ ഞങ്ങൾ എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങണമെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. കോവളം ബീച്ചിലായിട്ടുണ്ട്. എന്തായാലും കോവളം ബീച്ചിന്റെ ആ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. എല്ലാം കയറിയുമ്പോൾ പാറയാണ്ടോ. ഇത് കുന്നിന്റെ മുകളിലായി താഴെ ഈ കളത്തില് നിൽക്കുന്നത്. ഇത് പാറയല്ലേ? മലയായിരിക്കും അല്ലേ? ഇത് ചെങ്കല്ലും എല്ലാം കൂടെ ചേർന്ന് മലയാ കണ്ടോ. എനിക്കിത് മല വെട്ടിയെടുത്തായിരിക്കും അല്ലേ? മല വെട്ടിയായിരിക്കും അല്ലേ? ഇവിടെ എല്ലാ റിസോർട്ടും ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ നാട്, നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ വികസിപ്പിക്കുമ്പോഴത്തേക്കും, ഇതുപോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇതുപോലെ ഹോട്ടലുകളൊക്കെ തുടങ്ങുമ്പോ ആ സ്ഥലം മാറുക, ആ രീതി മാറുക. അപ്പൊ നമ്മളെപ്പോഴും എന്തെങ്കിലും, പക്ഷെ ഈ ആരെങ്കിലും അവരുടെ ഉടമകളാണെങ്കിൽ ആ ഉടമയ്ക്ക് ന്യായമായ പൈസയും കൊടുക്കണം. അതൊരു മര്യാദ, അത് അവർക്കുള്ള ന്യായം. നിങ്ങൾ പിന്നെ ഇത് നേടാനാണല്ലോ. അപ്പൊ അവിടെ താമസിക്കുന്നവർക്കും ന്യായമായിട്ടുള്ള പൈസ കൊടുക്കണം, ഇല്ലേ? ഒരാൾക്ക് ജീവിക്കുന്ന അവരെ പറ്റിച്ചെടുക്കുന്ന ആ രീതി വേണ്ട, അത് ശരിയല്ല അല്ലേ? നമ്മള് കോവളം ബീച്ചിന്റെ അടുത്തെത്തിയുണ്ട്. കേട്ടോ, കോവളം ബീച്ചിന്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ കോവളം ബീച്ചിലോട്ട്, കോവളം കടൽ തീരത്തോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിന്റെ തൊട്ട് ബാക്കിൽ കാണുന്ന കോവളം ബീച്ച് കേട്ടോ. കോവളം ബീച്ച് നമ്മൾ കണ്ടില്ല, ലീല ഹോട്ടൽ, അതിവിടെയാ. സത്യത്തിൽ ഈ ലീല ഹോട്ടലിന്റെ അടുത്തുകൂടെയാണ് നമ്മൾ വരുന്നത് കണ്ടോ. ഇത് അവിടുന്ന് കയറാം നമുക്ക്. അവിടെ വന്നിട്ട് ഇവിടെയാണ് തീരുന്നത്. അവരുടെ റിസോർട്ടും അവരുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടോ. ലീലയുടെ ഹോട്ടലല്ലേ കേട്ടോ. ഇത് ഇവിടുന്നാണ്. ഇവിടെ എല്ലാ ഫോറിനേഴ്സും അതുപോലുള്ള ആളുകളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. വന്ന് ഇവിടെ കണ്ടോ, അതാണ് ലീല ഹോട്ടലിന്റെ പ്രോപ്പർട്ടി, ലീല ഹോട്ടൽ. എന്തായാലും ഇതെല്ലാം കണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ. ഇതാണ് നമ്മുടെ കോവളം ബീച്ച്. അപ്പൊ നമ്മൾ ഈ കോവളം ബീച്ചിന്റെ മനോഹരമായ ദൃശ്യങ്ങളിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോ തന്നെ മനോഹരമായ കാറ്റാ. ഞങ്ങൾ എന്തായാലും കുറച്ച് വൈകുന്നേരം നോക്കിയാണ് വന്നത്. ഉച്ചയ്ക്കൊക്കെ വന്നാൽ ചിലപ്പോൾ പറ്റത്തില്ല കണ്ടോ. അതെ, ഇവിടെ മത്സ്യത്തൊഴിലാളികളെല്ലാം കണ്ടോ, കടലിൽ പോകുന്ന ആരും നോക്കി അവരെല്ലാം കണ്ടോ. അതെ, ബീച്ച് കണ്ടോ. ഓക്കെ, ആ റിസോർട്ടും അവിടുന്ന് നല്ല മലകളും കണ്ടോ. ബീച്ചിന്റെ ഈ ഒരു ഭാഗം കണ്ടോ. ഇവിടെ എല്ലാം ഇതാണ് നമ്മുടെ ബീച്ച്. ആ തിരയൊക്കെ വരുന്ന കണ്ടോ, എന്ത് മനോഹരമായ ദൃശ്യമാ. ഓക്കെ, കണ്ടോ നമ്മുടെ ബീച്ച്. ഇതെല്ലാം ഇവിടെ നമുക്ക് ഇറങ്ങിയെന്ന് വേണേ ഇവിടെ കുളിക്കാൻ പറ്റുമെന്നാ പറയുന്നത് ബീച്ചിനകത്ത്, മനസ്സിലായോ കേട്ടോ. ഇതുപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത്രയും റിസോർട്ട് അവിടെ താമസിക്കുന്ന ഒരാൾക്ക് വന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് പൈസ ഉള്ളവരാ ചെയ്തുകൂടെ? ഒരു ദിവസം എനിക്ക് സന്തോഷിക്കുമല്ലോ, ഇല്ലേ? പൈസ അല്ലല്ലോ, നമ്മുടെ സുഖങ്ങളാണല്ലോ ഏറ്റവും വലുത്. പൈസ ഉണ്ടാക്കുന്നതന്നെ നമ്മുടെ സൂചിക്കാനല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനോട് സന്തോഷത്തിനല്ലേ പൈസ ഉണ്ടാകും. ഒരു ദിവസം അവന് പൈസ ഉള്ളവനാണെങ്കിൽ അവിടെ വന്ന് രാവിലെ വന്ന് ഒരു ദിവസം റൂം എടുത്ത് ഈ കാറ്റൊക്കെ ഉണ്ട്, ഇവിടുത്തെ രീതി കണ്ട് ആസ്വദിക്കാനും പറ്റും അല്ലേ? സത്യമല്ലേ? അപ്പൊ അതേ കാറ്റെല്ലാം കണ്ട് ഞാനീ നിൽക്കുക കണ്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ദൃശ്യം. കോവളം ബീച്ച് വന്നിട്ട് കോവളം ബീച്ചിന്റെ ഈ ഒരു പള്ളിയൊക്കെ ഉണ്ടോ, ഇതേപോലെ മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയിലൊക്കെ ഇങ്ങനെ നടക്കട്ടെ, ഇരിക്കട്ടെ. ഈ ചെപ്പടി ഒരു മനോഹാരിതമായ സ്ഥലം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ശുദ്ധകരമായ കാറ്റും ഏറ്റവും കാര്യം നല്ല റിച്ച് ഭക്ഷണം. ഞാൻ സത്യത്തിൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ബീച്ച് വന്നിരുന്നൊറ്റേക്ക് ഇരുന്ന
ആൾട്ടാ മനസ്സിലായോ? എനിക്കിപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ബീച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു നേരത്തെ ഒരു വീഡിയോ ഉണ്ട് അഴീക്ക് ബീച്ചിൽ പോയ ബീച്ച് ആ വീഡിയോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബീച്ചിലിരിക്കുമ്പോൾ ഇവിടുത്തെ കാറ്റും ഈ തിരമാലകളെ നോക്കും നമ്മുടെ എന്ത് വിഷമം ആ വിഷമത്തെ പക്ഷെ ചുമ്മാതിരുന്നു ആ കണ്ണടച്ച് ആ ബീച്ചിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും എന്നുവെച്ചാൽ നമ്മുടെ മനസ്സുമ്പോഴത്തേക്കും നമുക്കുള്ള വിഷമങ്ങളെല്ലാം മാറി നമുക്ക് എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചില ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നേ ആ വിഷമത്തിലാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പക്ഷെ ആ വിഷമം മാറാൻ വേണ്ടി ഒരു അരനിമിഷം അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ യാത്ര കാണാം. ബീച്ചാണ്. അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ നടക്കാനുണ്ട്. അവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ലൈറ്റ് ഹൗസിലൊക്കെ ഒന്ന് കയറിയിട്ട് കോവളം ബീച്ചിന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം നടക്കുമ്പോഴത്തേക്ക് കോവളം അപ്പൊ നമ്മള് ഈ ബീച്ചിന്റെ അടുത്തെല്ലാം ഇങ്ങനെ ഓരോരോ കടകളുണ്ട്. റെസ്റ്റോറന്റും അതുപോലെ ചെറിയ ചെറിയ കടകളുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. എന്തായാലും ഈ കണ്ടോ അവിടെ മുകളിലൊക്കെ കുന്നിന്റെ മുകളിലൊക്കെ വീടോ അതുപോലെ തന്നെ ഇതൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ റിസോർട്ടൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ടൂറിസ്റ്റ് എല്ലാ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വേണ്ട ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ഇങ്ങോട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു പള്ളിയുണ്ട്, കോവളം മുസ്ലിം ജമാഅത്ത് ഒരു പള്ളി. ഇവിടെ മുസ്ലിം പള്ളി ഇവിടെ കോവളം ബീച്ചിനോട് ചേർന്ന്. എന്തായാലും ഇതെല്ലാം കണ്ട് ഞായറാഴ്ച ഉടനെ നടക്കുക. ബീച്ചിന്റെ നല്ല വ്യൂ ആയി കാണുന്നുണ്ടോ? ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഓരോ കരകരമാണ്. എനിക്കിനി നമ്മളിനി പറ്റുവാണെങ്കിൽ പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി നമുക്ക് പോകാൻ ഒരു സ്ഥലം ഏതാണെന്നറിയാമോ? ഗോവയിൽ പോവാം. പക്ഷെ നല്ലൊരു അനുഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് കാണുന്ന കനിയുന്നൊക്കെ മനസ്സിലായ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഗോവയിൽ പോകണം. ഇതുപോലെ ബീച്ച് കാണും, മനസ്സിലായോ? ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ആഗ്രഹം നമ്മളെ ഫോളോവേഴ്സിനെ കാണിച്ചു കൊടുക്കണം, മനസ്സിലായോ? ഇത് ഫോളോവേഴ്സല്ലോ, സബ്സ്ക്രൈബേഴ്സ്. അപ്പോ നമ്മൾ ഇതെല്ലാം കണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടോ നമ്മുടെ ബീച്ചിന്റെ എങ്ങനെ കുന്നുകയറി വേണമല്ലോ പോകണ്ട, മനസ്സിലായോ? ഇതെല്ലാം പാറ. ഇത്രയും പാറ ഇവിടെ വരാനുള്ള കാര്യം എന്തായിരിക്കും? അത് പാറ നേരത്തെ തന്നെ പാറക്കടല. എങ്ങനെ പാറക്കടൽ ഉണ്ടാവുക? പാറ വെള്ളത്തിന്റെ അടിയിൽ പാറ. അതെ ഇതെല്ലാം പാറ. ഇങ്ങനെ പാറ നേരത്തെ തന്നെ ഉണ്ടാകുന്നല്ലേ ഇങ്ങനെ പാറ ഉണ്ടാകുന്നു. അതെ ശരി. എന്തായാലും നമുക്ക് ഈ കാഴ്ചയെല്ലാം കണ്ടത് ഇതാ ബീച്ചിന്റെ നമുക്ക് ചെല്ലാൻ പറ്റും. ഉണ്ടോ ബീച്ച്? ഇതെല്ലാം കണ്ടോ ഈ കാണുന്നിട്ട് ഇവിടെ ഓരോ ചെറിയ ചെറിയ ബീച്ചുകളുണ്ട്. ആ ചെറിയ ബീച്ചുകൾ വഴി നമുക്ക് എന്നിട്ട് അതിലെ നടന്ന് കയറി പോകണമെന്ന് തോന്നുന്നു. കണ്ടോ? അല്ലെ ആ മല കയറി അപ്പുറത്തേലാണ് അടുത്ത ബീച്ചാന്ന് തോന്നുന്നു അല്ലേ? ഇത് കണ്ടോ നമ്മുടെ കടലിങ്ങനെ ഇത് മനോഹരമായ പാറയിലൊക്കെ ഇടിച്ചിടിച്ച് കടലിൽ വരുന്ന കാണാൻ. നമുക്ക് ഇതിലെ ഒന്ന് ഇറങ്ങി നമുക്ക് താഴോട്ടാണ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം എഴുതി വെച്ച ലൈഫ് ഗാർഡ് വായിക്കാം. എന്തായാലും നമുക്ക് കണ്ട് ഇങ്ങനെ നടക്കാം. ബീച്ചെല്ലാം മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങളായി കാണും. എന്തായാലും പലപ്പോഴും ഞാൻ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിരിക്കാറുണ്ട്. അപ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. ഇവിടെ ഇപ്പം ആരും ഇല്ല കണ്ടോ, സമയമായല്ലോ, ഇന്ന് ഹോളിഡേ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആള് കാണാത്ത. ഹോളിഡേസ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കോവളം ബീച്ചിൽ. ഇത്രയും ആളായിരിക്കും. ഞാൻ വന്നിട്ടില്ല, എനിക്ക് ഒരു പൊതുവെ ഞാൻ അറിയുന്ന രീതിയിൽ പറഞ്ഞതാ. അന്ന് അങ്ങനെ ആയിരിക്കും സത്യത്തിൽ. ഉണ്ടോ എല്ലാ ബീച്ചിന്റെ ഓരോ കാര്യങ്ങൾ കണ്ടോ. അതായത് ഞാനോട്ട് നടക്കട്ടെ. അങ്ങോട്ട് ലൈഫ് ഗാർഡ് കയറ്റി വിടത്തില്ല, അവിടെ വെള്ളമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെന്തായാലും അങ്ങോട്ട് നടക്കാം. ഇതാണ് കോവളം ബീച്ച്. ഇവിടെയാണ് ആളുകൾ വരുന്നത് ബീച്ചില്. അവിടെ റിസോർട്ടിൽ വന്നിട്ട് ആളുകൾക്ക് താമസിക്കാനും അതുപോലെ തന്നെ കുറച്ച് സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമായത്. അവിടെ റിസോർട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു ലൈഫ് ഗാർഡൻ ഉണ്ട്. എന്തായാലും ജസ്റ്റ് നോക്കട്ടെ.
കോവളം ബീച്ചിന്റെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ബീച്ച് എന്താ? ഞാൻ ഇവിടെ ഒരു ഗാർഡൻ എടുത്ത് ചോദിച്ചു നോക്കണത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് അവസാനത്തെ ബീച്ച് ഇതാ. നമ്മൾ ആദ്യം തുടങ്ങിയതിന് അവസാനത്തെ എഞ്ചിന്റെ ബീച്ചിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ വലിയ ബീച്ചിലൂടെ ഒന്ന് പോവാം. അവിടെയാണ് ഈ മറ്റേ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ വേറെ വേറെ വലിയ ബീച്ചുകളും വലിയ ഗസ്റ്റുകളും ഒക്കെ അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ വന്ന വഴി തന്നെ. അപ്പൊ നമ്മൾ എന്തായാലും ഭാഗ്യത്തിന് ആദ്യം ഇനിയും ഇങ്ങോട്ട് നടക്കണ്ടല്ലോ, എന്തായാലും ഇവിടെ വന്ന് കണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് അധികം ആളുകളൊന്നും ഇല്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാനത് ചിന്തിച്ചു ഇത്ര ആളൊന്നും അല്ലല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ലൈറ്റ് ഹൗസിലൊക്കെ കയറാൻ പറ്റുന്നത് കയറിയിട്ട് ശരി. ഈ ബീച്ചിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. താഴോട്ട് ഇറങ്ങി ഇത്രയും നമ്മൾ ഇറങ്ങി വേണം താഴോട്ട് പോകണ്ട. ഇവിടെ എല്ലാം കടകളെല്ലാം ഉണ്ട് ഉണ്ടോ. ഈ ബീച്ചിലോട്ട് വേണം നമ്മൾ ഇറങ്ങി. നമ്മൾ ആദ്യം കണ്ടത് അവസാനത്തെ ബീച്ചാണ്. ഈ ബീച്ച് രണ്ടാമത്തെ ബീച്ചാണ്ടോ. എല്ലാം കടകളെല്ലാം ഉണ്ട് കേട്ടോ. ഈ ബീച്ചിലൂടെ വേണം. സ്കൂബ ഡൈവിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യണം കേട്ടാ. ഒരു ദിവസം ചെയ്തിട്ടെ നല്ല പൈസയായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വട്ടം ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. കോളത്തിന്റെ ബീച്ച് ഹോട്ടൽ ഉണ്ടോ. ഇവിടെ ഒരു പട്ടിയും കിടപ്പുണ്ട് ഉണ്ടോ. നമ്മള് ബീച്ചിന്റെ അകത്തോട്ട് ഇറങ്ങാൻ പോകും. ആണ് ബീച്ച്. എന്തായാലും ബീച്ചോട്ട് അമ്മച്ചൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ. അവിടെ എല്ലാം കടകള് താഴോട്ട് ഇറക്കത്തെയാണ്. നമ്മൾ നേരത്തെ മൂന്നാമത് ബീച്ച്. അത് വലിയൊരു ബീച്ചല്ല, ചെറിയൊരു ബീച്ചാ അല്ലേ. അപ്പൊ നമ്മൾ ഈ ബീച്ചിൽ കൂടെയാണ് ഇറങ്ങി അങ്ങോട്ട് പോകണ്ട. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടോ അതാ ബീച്ച്. വലിയൊരു ബീച്ചാ കണ്ടോ. നമുക്കിങ്ങനെ ബീച്ചിൽ കൂടെ നടക്കാം. അപ്പൊ നമ്മള് ബീച്ചിന്റെ അകത്തോട്ട് ഇറങ്ങിക്കൂടെ ചെയ്യാം കേട്ടോ. ബീച്ച് ഇതാണ് കോളം ബീച്ച് ഉണ്ടോ. എല്ലാം അതെ നമ്മളിത് എത്ര ഉയരത്തിൽ നിന്ന് കയറി വന്നിരിക്കുന്നു ഉണ്ടോ. നമ്മളിത് ബീച്ചിന്റെ ഇതാണ് ബീച്ചിൻ്റെത്. ഈ കാഴ്ചയെല്ലാം കണ്ട് ഇവിടെ എല്ലാരും ഇറങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പാറ ഉണ്ടോ. അവിടെ പാറയുണ്ട്. ആ പാറയുടെ അടുത്ത് അത് ലൈറ്റ് ഹൗസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ലൈറ്റ് ഹൗസ് ആയിരിക്കും മിക്കവാറും കേട്ടോ. അവിടെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. ഇവിടെ എല്ലാ ആളുകളും വന്നിരിക്കുന്നു. എന്തായാലും ഞാനെന്തേ ഇങ്ങനെ നടക്കുക ബീച്ചിൽ. ഇവിടെ നമ്മുടെ പാറ പുള്ളിയുടെ പാറ ഏതാ ഉണ്ടോ. അവിടെയാണ് ഹോട്ടൽ. രാവിലെ ഹോട്ടൽ ഇപ്പൊ ഉള്ള അവിടെയാ ഉണ്ടോ. എല്ലാ ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ആളായിരിക്കും. എല്ലാം കച്ചവടക്കാരും എല്ലാം നിൽപ്പുണ്ട് ഉണ്ടോ. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. പാറകളിലുണ്ടോ അതെ വന്ന് ഈ തിരമാലയിൽ അടിക്കുന്നത്. അവിടെ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ് അവിടെ റിസോർട്ട് ഇപ്പൊ ഉണ്ടോ. തിരമാലയെല്ലാം വരുന്ന കേട്ടോ. അങ്ങോട്ടൊന്നും ഇറങ്ങണ്ടായിരിക്കും എനിക്കറിയാം. അവിടെ ആരും ഇരിപ്പുണ്ട് അവിടെ. നോക്കി നമുക്ക് നല്ല കാണുന്നുണ്ടോ പാറപ്പുറത്ത്. അവിടെ അറ്റത്തൊരാളിരിപ്പുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പാറയാ ഉണ്ടോ. അച്ഛൻ വരുന്നത്. അപ്പൊ ഞാനെന്തായാലും ഈ റിസോർട്ടിന്റെ ഈ കാര്യത്തിൽ തന്നെ ഇങ്ങനെ നടക്കും. സ്ഥലം ഉണ്ടോ. ഞാൻ പറ്റുന്നെങ്കിൽ എനിക്കൊന്ന് ലൈറ്റ് ഹൗസിൽ ഒന്ന് കയറണമെന്നോട്ട്. പറ്റുവാണെങ്കിൽ ഞാൻ കയറും. നോക്കട്ടെ. സത്യത്തിൽ ഇവിടെ എല്ലാം പണ്ടൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. ഇതെല്ലാം മാറി ഇപ്പൊ എല്ലാം ഇവിടെ റിസോർട്ടുകളും അതുപോലെ തന്നെ ഇവിടെ എല്ലാം വിനോദസഞ്ചാരി കേന്ദ്രങ്ങളുമായിട്ടൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. കോവളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമുക്ക് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കോവളം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒത്തിരി വിദേശികളാണ് ഓരോ സമയത്തും ഇവിടെ വരുന്നത്. ഇതിനുവേണ്ടി ടൂറിസ്റ്റ് സാധ്യതകൾ ടൂറിസ്റ്റ് കാര്യങ്ങളോട് നടക്കുന്നത് അറിയാം. ഒത്തിരി പണ്ട് കേരള ഗവൺമെന്റിലോട്ട് വരുന്നത്. അത് ഫോറിൻ ഫണ്ടായാലും നമ്മുടെ നാട്ടിലെ ആയാലും എല്ലാം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ കേട്ടോ ഒരു കപ്പലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ വിഴിഞ്ഞം കാണുന്നത്. വിഴിഞ്ഞം പോർട്ട് ഇതിന്റെ അടുത്താ. എന്തായാലും ഞാൻ വിഴിഞ്ഞത്തോടൊന്നും പോകുന്നില്ല, സമയമില്ല. ഇതിനകത്ത് എന്നിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഞാൻ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ എന്തായാലും ഞാനെന്തായാലും ഇങ്ങോട്ട് നടക്കട്ടെ. ഈ ഒരു കാഴ്ച കണ്ട് ഇപ്പൊ ഒത്തിരി ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവിടെ കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ട്. അതെല്ലാം കണ്ടാണ് ഞാൻ നടക്കുന്നത്. എല്ലാം ഇങ്ങനെ ചെറിയ കടകൾ ഇങ്ങനെ ഉണ്ടോ. ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ബീച്ചിനകത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. റിസോർട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അവർ പ്രൈവറ്റ് ബീച്ച് ഉണ്ട് അല്ലേ. പ്രൈവറ്റ് ബീച്ചാ കാണുന്നത് കേട്ടോ. അത് ഞങ്ങൾ ആ പ്രൈവറ്റ് ബീച്ചിനകത്ത് ഇറങ്ങി ആളുകൾ നമ്മൾ ലോക്കൽസോ അല്ലെങ്കിൽ അതുപോലുള്ള പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ശല്യമല്ലേ. എല്ലാ മനുഷ്യരും സ്വസ്ഥമായിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്. സത്യമല്ല. കാരണം അവന് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് അവനൊന്ന് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമായത്. സത്യത്തിൽ നമ്മള് ഇവിടെ
എനിക്കൊന്ന് ഓളം കുഴപ്പമില്ല, പക്ഷെ അത്രയ്ക്കൊന്നും കേട്ടാ ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ആകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലേ? സത്യത്തിൽ കുറച്ചും കൂടെ വന്ന അടിപൊളിയായിരിക്കും സത്യത്തിൽ. ഒത്തിരി പേര് വരും, അന്ന് നമ്മളിവിടെ കാണും. ഞാൻ കുറ്റം പറഞ്ഞല്ല, പൊതുവെ ഈ ഓളം ബീച്ച് കാണാൻ തന്നെ ഒരു മനോഹരം. ഇത്രയും നല്ലൊരു ഭൂപ്രകൃതിയിൽ ഇങ്ങനത്തെ ഒരു ബീച്ചും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലം മൊത്തത്തിലൊരു മാറ്റമാണ്. കണ്ടോ അവിടെ കേട്ടോ പാറയുടെ മുകളിൽ. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ബീച്ച് കൂടെ. കണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ കെട്ടിയൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളങ്ങോട്ട് എല്ലാം ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ. റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് റിസോർട്ട്. എന്തായാലും ഞാനും അച്ഛൻ കൂടെ ഇങ്ങനെ ഈ ബീച്ചിന്റെ ഈ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുവോ. കണ്ടോ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം എന്താണെന്നറിയാം, ഈ പട്ടായ അല്ല ഈ പട്ടായ എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടെ ഗോവയ്ക്ക് പോകും. നമ്മളിപ്പോ ഈ അടുത്ത് കണ്ടായിരുന്നു കേട്ടാ, 4000 രൂപയ്ക്ക് വരെ 3 ദിവസത്തെ വെച്ചിട്ട് പോകും ഒരാൾ. എന്നിട്ട് 3 ദിവസത്തെ യാത്ര വരെ ഇവിടുത്തെ കണ്ടിട്ടുണ്ട്. ഗോവ നമുക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ തന്നെ ഗൈഡൊക്കെ വരും, നമുക്ക് അവരൊപ്പം തന്നെ ചുറ്റി കാണാൻ പറ്റുന്ന ഒരു അവസരം ഒപ്പിച്ചേരുന്നത്. ഇപ്പൊ ഗോവയിലോട്ട് ചെല്ലുമ്പോഴത്തെ എല്ലാവരും ഒന്നും മദ്യപിക്കാൻ വേറുള്ള അനാശാസ പ്രവർത്തനങ്ങൾക്ക് ഒന്നും അല്ല നടക്കും. ചിലവര് കാഴ്ചകൾ കാണാൻ ഈ പ്രകൃതി ആസ്വദിക്കാനും ഒക്കെ നടക്കുന്നവരും ഉണ്ട്. അവര് എല്ലാവരും മോശത്തരത്തിനല്ല ഒരു സ്ഥലത്ത് പോകുന്നത്. ഒരു കാര്യം കാണും, ചിലപ്പോൾ ചിലവർ മദ്യപിക്കുമായിരിക്കും, അതൊരു തെറ്റൊന്നുമല്ല, അത് ചെറുതായിട്ടായിരിക്കും. അതെ, അതൊക്കെ ഇവിടെ കൊണ്ടുവരണം. കാരണം കൊണ്ടുവരാന്ന് പറയുമ്പോഴത്തേക്ക് എന്നാലല്ലേ ആളുകൾ ഇവിടെ വരത്തുള്ളൂ, അല്ലേ? ഇവിടെ ഓപ്പണായിട്ട് വിറ്റില്ലെങ്കിൽ ഓപ്പണായിട്ട് മദ്യം വിൽക്കുക എന്ന് പറയുന്നത് ആരും എന്ന് വെച്ചാൽ ഞാൻ പ്രോത്സാഹിപ്പിച്ചതല്ല. ഈ കാര്യം ഒരു ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു കാര്യം കേട്ടവൻ കുടിക്കും, വേണ്ടാത്തവൻ കുടിക്കത്തില്ല. അതെവിടെ ചെന്നാലും അവനത് ചെയ്യും. സത്യമല്ലേ? നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യും. മനസ്സിലായോ? ഞാൻ ഇത് കണ്ടോ ബീച്ചിൽ ഇതിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുക. നടന്നിട്ട് എല്ലാം കണ്ടോ ഇതിലെ വഴിയുണ്ട് നടക്കാൻ. കണ്ടോ അതാണ് ലൈറ്റ് ഹൗസ്. അപ്പൊ നമുക്ക് ഞാൻ ചെന്ന് നോക്കട്ടെ ലൈറ്റ് ഹൗസ് കയറാൻ പറ്റുമോ, ചെല്ലാൻ പറ്റുമോ? ഇതിലെ വിലയില്ലണമായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ ലൈറ്റ് ഹൗസിനകത്ത് അതിൽ കയറാൻ സൗകര്യം ഇല്ല തോന്നുന്നു. ഉണ്ടോ? ഇവിടെ എല്ലാം കണ്ടലുണ്ടോ, ഓരോ ബീച്ച് എല്ലായിടും ഒരു പാറ കേട്ടാ, ഒരു പാറ കേട്ടാ. ഈ പാറകളാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും ഇതെങ്ങനെ ഏറ്റവും വലിയ പാറ ഇവിടെ വരുന്നു. ആ പാറ മുങ്ങി വരുവോ? കടലും നകർന്നു പോകുമ്പോഴേ പാറ മേലോട്ടാകുന്നു. ഒരു സമയത്ത് പറയുന്ന കടലിൽ അകത്തോട്ട് കയറി പോയി കടലിൽ ഇങ്ങോട്ട് പുറത്തോട്ട് വരും. പാറകളെ ഈ പറയുന്ന രൂപത്തിലെന്ന് പറയാൻ തെളിഞ്ഞു വരും. കടലിൽ പാറയുണ്ട്, പാറയുടെ സ്ഥലവും. ഇവിടെ ഈ പാറയാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായ? അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. ഇപ്പൊ എന്താ ബീച്ചിൽ എന്തായാലും ആള് കുറവായി, സീസൺ അല്ലല്ലോ, അതുകൊണ്ട് ആള് കുറവാണ്. ഇവിടെ സീസൺ ടൈമും അതുപോലെ ഹോളിഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആളായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളെന്തായാലും ഇതിൽ കയറി നടക്കുക. എന്തായാലും ഇവിടെ എല്ലാം കടകൾ ഷോപ്പുകളും എല്ലാം ഉണ്ട്. ഈ ഷോപ്പുകളെല്ലാം ഇവിടെ എല്ലാം തിരക്കായിരിക്കും ഷോപ്പിലെല്ലാം. സത്യത്തിൽ എന്തെല്ലാം മാറ്റമായി ഓളം ബീച്ച് സംബന്ധിച്ചോളം വന്നിട്ടുള്ളത്. നോക്കിയേ, ഇത് ഞാൻ വന്നിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ഓളം ബീച്ചിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു സൈസ് കാര്യങ്ങളായി ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് ഈ ബീച്ച് കണ്ടിരിക്കുന്നത്. ഒരു വിനോദസഞ്ചാരി ഇവിടെ വരുമ്പോഴത്തേക്ക് അയാൾ എടുത്തു പറയേണ്ട സ്ഥലമാണ് നമ്മൾ കൊച്ചി. പല വിദേശിയും പറയണ്ട് കൊച്ചി അറിയാന്ന് വെച്ചാൽ കൊച്ചി എന്നാ പറയുന്നത് ആദ്യം. സത്യമല്ലേ? അതുപോലെ തന്നെ വേറെ നമ്മുടെ ഈ കോളം ഇപ്പൊ എടുത്ത് പറയുന്നത്. ഇപ്പം ഒരാളുടെ മനസ്സിലൊരു കാര്യം ഉറയ്ക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രത്യേകത വേണം. ആ പ്രത്യേകത ഇല്ലെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ പറയാൻ സത്യമാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നതോട് യോജിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഉണ്ടോ നമ്മൾ കാണുന്ന പോലെ തന്നെ കോവളം ബീച്ചിൻ്റെതേ ഓരോ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഇവിടെ എല്ലാം റിസോർട്ടുകൾ കണ്ടോ, ഓരോ റിസോർട്ടുകളാണ്. ഇവിടെ ബീച്ചും കണ്ട് നിങ്ങൾ റൂം എടുത്ത് താമസിക്കാം വേണ്ടവരാണെങ്കിൽ, പൈസ ഉള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്. മനസ്സിലായോ? നിങ്ങൾ ഒരു ദിവസം വന്ന് ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, ഒരു വട്ടം വന്ന് റൂം എടുത്ത് ഒരു ദിവസം എടുത്ത് അങ്ങാ എന്താ നമുക്ക് പൈസ വരുന്നതനുസരിച്ച്
ഞങ്ങൾ ചിലപ്പോ ഗോവയിലോ അല്ല ഇവിടെ തന്നെ ആയിരിക്കില്ല, ഗോവയിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ഞങ്ങൾ സ്റ്റേ ചെയ്യും അല്ലേ. എന്തായാലും ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ നടക്കട്ടെ. ഈ വഴി ഇങ്ങനെ നടന്നു പോകണം. ഇവിടെ ഇപ്പൊ ആരും ഇല്ല, കടയിലൊന്നും ആരും ഇല്ല. കാരണം ഇവിടെ എല്ലാം ഇപ്പൊ സീസൺ അല്ലല്ലോ, അതുകൊണ്ട് ആരും കാണത്തില്ല. എന്തായാലും നമ്മൾ ലൈറ്റ് ഹൗസ്, ആ ലൈറ്റ് ഹൗസിന്റെ അടുത്തോട്ടാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ആ ലൈറ്റ് ഹൗസിന്റെ അകത്തൊന്ന് കയറണം. കയറി ഇവിടെ നിന്നൊന്ന് കാണണം. ഉണ്ടോ? കണ്ടോ, ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റ്, വേവ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കോഫി ബാറിന്റെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നടക്കുമ്പോഴെല്ലാം മനോഹരമായ റെസ്റ്റോറൻറ്റുകളെല്ലാം ഇവിടെ ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് എല്ലാം കണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ പോലീസിന്റെ 8 പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കുറച്ച് നടന്ന് വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും സെക്യൂരിറ്റി എന്നൊരു സാധനം വേണം, സത്യമല്ലേ? എവിടെ ചെല്ലുമ്പോഴും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്, അപ്പം നമുക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വേണ്ട കാര്യമല്ല. എവിടെ ചെന്നാലും, ഇത് ഇവിടെ മാത്രമല്ല, ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുവാ, നമുക്കുള്ള സെക്യൂരിറ്റികളാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ജീവനും അതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന സമ്പത്തിനും ഒക്കെ സെക്യൂരിറ്റി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സഞ്ചാരി ഇവിടെ വരുത്തോളൂ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഇവിടെ വരുത്തോളൂ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാം സ്വാതന്ത്ര്യവും വേണം, അതിനൊപ്പം തന്നെ എന്ത് വേണം? ഈ സെക്യൂരിറ്റിയും വേണം, നമ്മുടെ സുരക്ഷിതത്വം വേണം. അപ്പൊ എന്തായാലും ഞാൻ വിഴിഞ്ഞ പോർട്ടുള്ളതുകൊണ്ട് ഇവിടെ കപ്പലെല്ലാം എപ്പോഴും കാണാൻ പറ്റും, അല്ലേ? ഇവിടെ റെസ്റ്റോറൻറ്റ് കേട്ടോ, ബീച്ച് ഫ്ലോറ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഈ റെസ്റ്റോറൻറ്റിൽ ഇവിടെ ഉണ്ട് ഗ്രാമപാർക്കിൽ എന്ന് പറയും. ഇവിടെ എല്ലാം ഇങ്ങനെ നമുക്ക് നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം 10,000 രൂപ വരെ കിട്ടും, 50,000 വരെ കിട്ടുന്നത്, ഒരു വർഷം തടഞ്ഞ് കിട്ടുന്നത്. ഇവിടെ എല്ലാം വേസ്റ്റ് വില കിട്ടാം. ഇതൊക്കെ വേണം. നമ്മൾ കാണുന്നിടത്ത് എല്ലാം വേസ്റ്റ് ഇടലല്ല. ചിലപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടാതിരിക്കാൻ എന്ത് ചെയ്യണം? എല്ലായിടത്തും വേസ്റ്റ് ഡസ്റ്റ്ബിൻ വേണം, സത്യമല്ലേ? അതും കൂടെ നോക്കണം. നമ്മൾ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടും, നമ്മുടെ വേസ്റ്റ് എല്ലാം കെട്ടി എടുത്തുകൊണ്ട് വായി വെച്ചുകൊണ്ട് നടക്കണ്ടേ, ഇല്ലേ? അപ്പൊ അതുപോലെ തന്നെ വാഷ്റൂം ഒരാൾക്ക് ആവശ്യമാവും, മനസ്സിലായില്ലേ? അവിടെ എല്ലാം യോഗ സെന്ററും എല്ലാം അവിടെ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾക്ക് വാഷ്റൂം അത്യാവശ്യം. ഇവിടെ അവർക്ക് ചിലപ്പോൾ വാഷ്റൂം ഒക്കെ ഉണ്ട്, മനുഷ്യനല്ലേ, അല്ലേ? അപ്പൊ വാഷ്റൂം എല്ലാം വെച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അധികാരികളുടെ, അല്ലെങ്കിൽ അതിന്റെ സംരക്ഷകർ, ഗവൺമെന്റിന്റെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പഞ്ചായത്ത്, അവർ ചെയ്യേണ്ട ഒരു കടമയാണ്. എന്നാലല്ലേ നമ്മുടെ കാര്യം. അല്ലെ നമുക്കിപ്പോ ഒരു കാര്യം അത്യാവശ്യമായിട്ട് ഇതിലൊരു കാര്യം ഉണ്ടായിരുന്നേ, ഇല്ലേ? സത്യമല്ലേ? നമ്മൾ ലൈറ്റ് ഹൗസിന്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണ്ടോ? ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസിലോട്ട് നടക്കാൻ ഈ ബീച്ചിലൂടെയുള്ള നടത്തം മനോഹരമായ ദൃശ്യമല്ലേ? കാണൂ. ഇവിടെ എല്ലാം കണ്ടതേ, ഫ്രണ്ടിൽ ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ ഹോട്ടലുകൾ, എത്ര മനോഹരമായിട്ട് ഇവിടെ എല്ലാം ഹോട്ടലുകളും അതുപോലെ തന്നെ സുവനീർ ഷോപ്പുകളും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി ചെയ്തത്. ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, യോഗയുടെ ഒക്കെ ഉണ്ടോ. ഇവിടെ റൂം കിട്ടുന്നുണ്ടോ നമുക്ക്? ഉണ്ടോ? എല്ലാ സുവനീർ ഷോപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും കയറട്ടെ. കാല് കുറിച്ച് എന്റെ നല്ലപോലെ എന്തായാലും ഞങ്ങൾ നടന്ന് ഈ ലൈറ്റ് ഹൗസിന്റെ മണ്ടയ്ക്ക് ഓട്ട് കയറണം. എന്തായാലും ഞങ്ങൾ ഇവിടെ നടന്ന് എന്തായാലും ഞങ്ങൾ ഈ കുന്നാ സത്യത്തിൽ ഇതല്ലേ? കുന്നല്ലേ ഇത്? ഓ അമ്മച്ചോട് അല്ല, ഈ കുന്ന് ഞങ്ങൾ കയറാം. കയറി ഉണ്ടോ? നമ്മള് ഇടുന്നത് ഇവിടുന്ന കയറി വന്ന വ്യൂ ഉണ്ടോ? ഞാൻ കുന്ന് കയറട്ടെ ഇപ്പൊ ഇവിടെ നിന്ന് കയറി ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എത്താം. ലൈറ്റ് ഹൗസ് കണ്ടിട്ട് ഇനി ഇത് നിർത്താം. 3 ബീച്ചായിട്ട് നടക്കും. അപ്പൊ എന്തായാലും 2 കണ്ടെന്ന് തോന്നുന്നു. ഒരു ബീച്ച് കൂടെ ഉണ്ടോ? ഒന്നും കൂടെ ഉണ്ടല്ലേ? ഇപ്പൊ ലാസ്റ്റ് നമ്മളിപ്പോ 2 ഇനി ഒന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, അതുകൂടെ കാണാൻ പറ്റുമെങ്കിൽ അതുകൂടെ കണ്ട് ഞാൻ ചിലപ്പോ ഈ വീഡിയോ ഇവിടെ നടന്നു. അപ്പൊ എന്തായാലും നമുക്ക് ലൈറ്റ് ഹൗസ് കൂടെ കാണാം. ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ടിക്കറ്റ് വീഡിയോ എടുക്കുന്നതിന് 30 രൂപ അല്ലേ? 10 രൂപ ഒരാൾക്ക് അല്ലേ കയറുന്നതിന്? ഇപ്പൊ ഞങ്ങളുടെ 50 രൂപ മേടിച്ചോ എന്തായാലും. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ലൈറ്റ് ഹൗസിൽ വ്യൂ കണ്ടോ?
കാറ്റ് അതെ ബീച്ചിന്റെ എല്ലാ സൈഡിലും നോക്കിയതേ ഇത് നല്ല കാറ്റ് ഇതാണ് ഇപ്പൊ നമ്മൾ എന്തായാലും ബീച്ചിലോട്ട് അല്ല ലൈറ്റ് ഹൗസ് ഇവിടുത്തെ എന്താ കാഴ്ച എന്ന് ഞാൻ കണ്ടിട്ട് പറയാം ശരി അതായത് ഞാൻ ലൈറ്റ് ഹൗസിലോട്ട് കാണാണ്ടിരിക്കുക ഉണ്ടോ ഇതാ ലൈറ്റ് ഹൗസ് കോളം ലൈറ്റ് ഹൗസ് ഇതായാലും ലൈറ്റ് ഹൗസിന്റെ കാഴ്ച ലൈറ്റ് ഹൗസ് ഇതെല്ലാം കണ്ട് കണ്ടോ ആണ് ലൈറ്റ് ഹൗസിന്റെ ഒരു വ്യൂ അതിന്റെ മുകളിൽ ചെല്ലുമ്പോഴത്തെ അടിപൊളിയായി അപ്പൊ നമ്മള് മറ്റേ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ട് അവിടുത്തെ എല്ലാ സ്ഥലത്തും നമുക്ക് സ്ഥലമെല്ലാം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ആണല്ലോ ഈ ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും വലിയ ഗുണം എന്തായാലും ലൈറ്റ് ഹൗസ് കയറുന്ന മുമ്പേ ഇവിടെ നിന്ന് ബാക്കിലൊന്ന് കറങ്ങി കണ്ടത് വന്ന് കണ്ടാലോ ലൈറ്റ് ഹൗസിന് ബാക്ക് കണ്ടോ കണ്ടോ ഇവിടെ ഒരു വിഴിഞ്ഞം ബോട്ട് അവിടെ വള്ളം വരുന്നുണ്ടോ കണ്ടോ അതേ കാണുന്നുണ്ടോ ഇതല്ലേ വള്ളം എല്ലാം വള്ളം എല്ലാം കൂടെ ഇത്രയും വള്ളം വരാതെ ഫൈബർ വള്ളം ഒന്നല്ലേ ഇനി പറയാത് ഫൈബർ വള്ളം കണ്ടല്ലോ ഇല്ല എന്ത് നല്ല കാറ്റാ നോക്കി എന്ത് വ്യൂ നമുക്ക് അങ്ങോട്ട് നടക്കാം എന്ത് വ്യൂ നോക്കിയേ അത് കണ്ടോ അത് വിഴിഞ്ഞം ഹാർബറാ വിഴിഞ്ഞം ഹാർബറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പോർട്ട് അതാ പോർട്ട് പോർട്ട് കാണുന്നുണ്ടോ കണ്ടോ പോർട്ട് വിഴിഞ്ഞം പോർട്ട് ഇല്ല വിഴിഞ്ഞം പോർട്ട് കണ്ടോ നേരെ ഇരിക്കുന്ന വിഴിഞ്ഞം പോർട്ടാ കണ്ടോ ഇതാണ് വിഴിഞ്ഞം പോർട്ട് എന്ത് വ്യൂ അവിടെ നോക്കിയേ അടിപൊളി വ്യൂ അതൊക്കെ എൻ്റെ അമ്മ ഇതാണിത് ഉറപ്പായിട്ടും വന്ന് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം ഈ പറയുന്ന സ്ഥലം ഉറപ്പായിട്ടും ഇതും മുകളിലൊക്കെ ആളുകൾ വന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടോ നല്ല കാറ്റുണ്ട് എന്തായാലും ഇതിലോട്ട് ലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കയറട്ടെ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് ശരിക്കും തെന്നി വീഴാൻ പക്ഷേ എന്തായാലും ഞാനത് കയറട്ടെ കയറിയതേ ലിഫ്റ്റ് നമുക്ക് നടന്ന് കയറട്ടെ കേട്ടോ ലിഫ്റ്റ് പോകില്ല ലിഫ്റ്റ് മുകളില് എവിടെ എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് എന്തായാലും ലിഫ്റ്റിലോട്ട് കിടന്നു പറയാം എന്തായാലും ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാഴ്ചയിലേക്ക് പോകാം എല്ലാം എല്ലാം ആണെന്നെങ്കിൽ എന്തായാലും ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ കയറാനുണ്ട് എന്തായാലും എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടെ കയറി വേണം നമ്മളിനി അവിടെ എത്താൻ സത്യത്തിൽ ഒരു ചെല്ലുമ്പോ തന്നെ ചെല്ലുമ്പോ തന്നെ ഒരു വലിയ ഇതുണ്ടോ എന്തായാലും ഈ കാഴ്ചയെല്ലാം കണ്ട് ഞാൻ എന്തായാലും എന്റെ വ്യൂ ഉണ്ടോ കണ്ടോ എന്റെ വ്യൂ നല്ല പേടിയാണ് ഞാൻ പറഞ്ഞത് ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടോ ഈ കാഴ്ച കപ്പൽ പോകുന്നൊക്കെ അടിപൊളി വ്യൂ ഇഷ്ടം കൂടെ കയറാനുണ്ട് കയറി കയറി വേണം മുകളിലോട്ട് പോകണ്ട ഇവിടം വരെ ലിഫ്റ്റ് ഇല്ലല്ലേ ശരി ശരി ഞാനിപ്പോ എന്തായാലും ഇവിടെ വന്ന് എനിക്ക് നല്ല ഭയമുണ്ട് എന്തായാലും വീഴത്തില്ല എന്ന് വിശ്വസിക്കാം എന്തായാലും ഞാൻ നിങ്ങളെ കാഴ്ച കാണിച്ച് ചെയ്യാൻ പോവാ കണ്ടോ എന്ത് മനോഹരമായ ദൃശ്യം അതൊക്കെ നല്ല കാറ്റുണ്ട് ഞാൻ കാഴ്ചയെല്ലാം കണ്ടേ ഇങ്ങോട്ട് നടക്കോ ഉണ്ടോ അതാണ് എന്റെ കാഴ്ച എന്ത് വ്യൂ നോക്കിയാ വ്യൂ നോക്കി അടിപൊളി വ്യൂ മൊത്തം കാഴ്ച പറഞ്ഞത് വിഴിഞ്ഞം പോർട്ടുണ്ടോ വിഴിഞ്ഞം പോർട്ട്